ഈ രാജ്യത്തു നിന്നും വർഗീയതയെ വേരോടെ പിഴുതെറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വലിയ തോതിൽ സോണിയാഗാന്ധി അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ മല്ലികാർജുൻ ഖാർഗെയാണ് അധ്യക്ഷൻ. അദ്ദേഹം കോൺഗ്രസ് സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം, ഇന്ത്യ മുന്നണി എന്നത് താൽക്കാലികമായി വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി സമാന മനസ്ഥിതിക്കാരുമായി എല്ലാ രീതിയിലും ചർച്ച ചെയ്ത് ആവിഷ്കരിച്ച പദ്ധതിയാണെങ്കിൽ UPA എന്നത് ബൃഹത് പദ്ധതിയാണ്. UPA സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ BJP 7 അയലത്ത് പോലും ജനങ്ങൾ അടുപ്പിച്ചിരുന്നില്ല. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2014 UPA അഴിമതി നിറഞ്ഞ സഖ്യം എന്ന ധാരണയിൽ പൊതുജനം അവർക്ക് പ്രതികൂലമായി വോട്ട് ചെയ്തു. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു ആർക്കായിരുന്നു കൃത്യമായ ദീർഘവീക്ഷണം എന്നുള്ള രീതിയിൽ. മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെ മരണത്തോട് അനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്തുത്യർഹ സേവനം, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം, അദ്ദേഹം ലോക സാമ്പത്തിക മാന്ദ്യത്തിലും ഇന്ത്യയെ പിടിച്ചു നിർത്തിയ ഭരണപരിഷ്കാര നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട 2 കാര്യങ്ങൾ. UPA സർക്കാരിന്റെ ഭാഗമാകാൻ ശ്രമിച്ച പല രാഷ്ട്രീയ കക്ഷികളിൽ NDAക്ക് പുറത്തുനിന്നും അല്ലാതെയുമൊക്കെ പിന്തുണ നൽകാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. BJPയുടെ അതിപ്രസരം അനുവദിച്ചുകൂടാ. മുന്നണി ഭരണമല്ല ഇപ്പോഴുമുള്ളത്. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJP ഇപ്പോഴും ഒറ്റയ്ക്ക് ഭരണത്തിലാണ് എന്ന ഖ്യാതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന വകുപ്പ് താരതമ്യേന ചെറിയ വകുപ്പുകളാണ്. മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ BJP കൈയടക്കി വെച്ചിരിക്കുന്നു. UPA സംവിധാനം തിരികെ കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത അവിടെയാണ് നിലനിൽക്കുന്നത്. UPA മുന്നണി വിപുലീകരിക്കപ്പെട്ടാൽ സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ പക്ഷവും ശരത് പവാർ പക്ഷവും ഏറെ സന്തുഷ്ടരായിരിക്കും എന്നത് തന്നെയാണ് വ്യക്തം. UPAയുടെ ഭാഗമാകാൻ മമതാ ബാനർജി തയ്യാറാകില്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. എന്നാൽ മമതാ ബാനർജിക്ക് കൃത്യമായ ഹൈപ്പ് കൊടുത്തത് UPA തന്നെയാണ്. അവരെ കേന്ദ്ര റെയിൽവേ മന്ത്രിയാക്കുന്നതിലും അവർക്ക് കൃത്യമായും CPIMന്റെ നടപടികളെ തിരിച്ചടിക്കാൻ ശക്തി സ്രോതസ് നൽകിയതും UPA തന്നെയാണ് എന്നുള്ളത് മറക്കരുത് എന്ന് മല്ലികാർജുൻ ഖാർഗെ ഓർമ്മിപ്പിച്ചു. ഇത് കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ്. ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ മാത്രമല്ല, ഇന്ത്യ സഖ്യത്തെ പൊളിച്ചെടുക്കാൻ കെജ്രിവാൾ ഇപ്പോഴിതാ ശ്രമിക്കുന്നു. അതോടുകൂടി ആം ആദ്മി തകർന്നടിയാൻ പോവുകയാണ്. കോൺഗ്രസിന് പഞ്ചാബിലും ഡൽഹിയിലും തിരികെ ആധിപത്യമുണ്ട് എന്നുള്ളത് ഗ്രൗണ്ട് റിപ്പോർട്ടിൽ തെളിഞ്ഞ ഒരു കാര്യമാണ്. ഹരിയാനയിൽ ഒരു കരിയില പോലും അനക്കാൻ കഴിഞ്ഞില്ല. UPA സംവിധാനം തിരികെ വന്നാൽ കോൺഗ്രസ് 200-ൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ എല്ലാ രീതിയിലും കഴിയും എന്നതാണ് മല്ലികാർജുൻ ഖാർഗെയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ.